ഹലോ, ഗുഡ് മോർണിംഗ്. KP ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നിങ്ങളുടെ നാട്ടിലെല്ലാം മഴ പെയ്തിട്ടുണ്ടായിനാ? നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിനെ. നല്ല ഇടിയെല്ലാം ഉണ്ടായിന്. ഞാൻ വിചാരിച്ചു നല്ല മഴ പെയ്യുമായിരിക്കാമെന്ന്, പക്ഷെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ട് പോയതുപോലും. അപ്പോൾ ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. തീരെ ഉറക്കം ശരിയാവുന്നില്ല. അത് എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ ഒരു ഉറക്കം മതിയാവാത്ത പോലെ, ഫുൾ ഇടുങ്ങിയത് പോലെയില്ലേ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഫാനിട്ടാലും ഭയങ്കര ചൂടാണ് റൂമിൽ. അപ്പോൾ ആരും എണീറ്റില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനിയിപ്പം 8 മണിയാകുമ്പോൾ യോഗയ്ക്ക് പോകണം. അപ്പോഴത്തേക്ക് വേഗം രാവിലത്തെ പരിപാടികളെല്ലാം തീർക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഇതാ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടുന്ന് തിളക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് ചായേൻ്റെ കടീൻ്റെ പരിപാടിയും കൂടെ നോക്കാം. ഞാൻ ഇന്നലെ അരിയരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആക്കാൻ തോന്നി. ഞാൻ ദോശയാക്കാമെന്ന് വിചാരിച്ച് അരച്ച് വെച്ചതാണ്. അപ്പോൾ നല്ലോണം പൊങ്ങിയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ടില്ലേ, തലേ ദിവസം അരച്ച് വെച്ച് കഴിഞ്ഞാൽ മാവ് ഭയങ്കരമായിട്ട് പുളിക്കുന്നു. ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞാൽ തിന്നാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ അരച്ച് വെച്ചിട്ട് പിറ്റത്തെ ദിവസം ദോശ തിന്നുമ്പോഴത്തേക്ക് ഭയങ്കര പുളി. എനിക്ക് തോന്നുന്നു ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അധികം പുളിക്കുന്നത്. അപ്പം എന്തായാലും ഇഡ്ഡലി ആക്കാം. അപ്പോൾ ഇതാ ഇഡ്ഡലി അടുപ്പത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഡ്ഡലി ആടുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലിക്കുള്ള ചമ്മന്തി ഇറക്കാം. കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ. അങ്ങനെ പിന്നെ ഞാൻ വേഗം ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുവാണ്. അത് തലേ ദിവസം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ടാങ്കിയിലെ വെള്ളം തീരാനായിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ മോട്ടർ ഓൺ ചെയ്യണമെങ്കിൽ അപ്പുറത്ത് തറവാട്ട് വീട്ടിലേക്ക് പോകണം അമ്മേൻ്റെ അടുക്ക. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ രാത്രി ഇനി ആദ്യം പോയി മോട്ടറിലിട്ട് ടാങ്ക് നിറയുന്നവരെല്ലാം നിൽക്കണ്ടേ. അപ്പോൾ പിന്നെ ആ പാത്രമെല്ലാം അവിടെ വെച്ചു. വെള്ളം കുറച്ചുണ്ടായിനെ. പിന്നെ രാത്രി ബാത്റൂമിലെല്ലാം പോകണമെങ്കിൽ പിന്നെ തീരെ കഴിഞ്ഞു പോയാൽ വിഷമല്ലേ. അതുകൊണ്ട് പാത്രങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് കിടന്നിട്ടുണ്ടായിനി. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മോട്ടറിൽ വെള്ളമെല്ലാം നിറച്ചു. എന്നിട്ട് ഇതാ ആ പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിയുമ്പോഴത്തേക്ക് അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി വന്നിട്ടുണ്ടായിനെ. അത് ഞാൻ കാസറോളിലേക്ക് മാറ്റാൻ പോകുമ്പോഴത്തേക്കാണ് പൃഥ്വിയേട്ടൻ എണീറ്റ് വന്നത്. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ പൃഥ്വിയേട്ടനിലെ കട്ടൻ കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇഡ്ഡലി എടുത്തിടാന്ന് വിചാരിച്ചിട്ട് ഇതാ വേഗം കട്ടൻ ചായ കൊടുക്കുവാനേ. അങ്ങനെ ഡെയിലി എണീറ്റപാട് കട്ടൻ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. പണ്ടുണ്ടായിന് കേട്ടോ. പണ്ട് എപ്പോൾ എണീറ്റപാട് കട്ടൻ കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടായിന്. പക്ഷേ ഇപ്പം അത് മാറി കേട്ടോ. ഇപ്പം അങ്ങനെ എപ്പോഴൊന്നും കുടിക്കൂല, ചില ദിവസങ്ങളിൽ തോന്നിയാൽ മാത്രം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ആദ്യം കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെയാണ് കണ്ടത്. അതുകൊണ്ട് ഇതാ നൈസായിട്ട് ആ ഗിൽസിൻ്റെ അവിടെ പോയിട്ട് മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അറിയാമല്ലോ, വീഡിയോൻ്റെ മുന്നിലേക്ക് വരാൻ ഭയങ്കര മടിയാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഇതാ ഇഡ്ഡലിയെല്ലാം കാസറോളിലേക്ക് എടുത്തിട്ടു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി. ചില സമയത്ത് ഭയങ്കര കട്ടിയായിരിക്കുമേ. പക്ഷേ കുറച്ച് നല്ലോണം ഉഴുന്നും പിന്നെ ഒന്നാണ് കുറച്ച് ചോറും എല്ലാം കൂട്ടി അരച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേഗം ചിലപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി തട്ടുന്ന അങ്ങനെ ഇളകി കിട്ടൂല. ഇതിപ്പം വേഗം ഇളകി കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം ഇട്ടു. വേഗം ഞാൻ പിന്നെ ഒന്നും കൂടെ അതിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. രാവിലെ കുപ്പിയിലെല്ലാം വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ തണുത്ത വെള്ളത്തിന് അത്രയ്ക്ക് ആവശ്യമാണ്. ഞാൻ തന്നെയാണ് കേട്ടോ കൂടുതലും കുടിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ട് നടക്കും. ശരിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ചൂടിന് നമുക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തോന്നും, അന്നേരം ഒരു ആശ്വാസമാണ്. പക്ഷേങ്കിൽ നല്ല ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാലാണ് നമ്മളെ ദാഹം മാറുന്നത് കേട്ടോ. അതെനക്ക് അറിയാം, എന്നാലും ഞാൻ തണുത്ത വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നിറച്ച് വെക്കട്ടെ, എന്നാലും യോഗ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തണുക്കൂലും. ഇനി വേഗം ഞാൻ ചമ്മന്തി ഇറക്കട്ടെ. സമയം ലേറ്റായി കേട്ടോ. അങ്ങനെ 8 മണിയാകുമ്പം പോകണം. ഇപ്പം സമയം 7:43 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുപ്പും പണികളും വേഗം നടക്കില്ല, അല്ലെങ്കിൽ എൻ്റെ പണികളെല്ലാം വേഗം വേഗം ആവും കേട്ടോ. പക്ഷേ അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് എല്ലാം ലേറ്റ് ആവുന്നു. അപ്പോൾ ഇഡ്ഡലി റെഡിയായി, ചായയും ഉണ്ട്. ഇനിയിപ്പോൾ വേഗം ഒന്ന് ചമ്മന്തിയും കൂടി അരച്ച് വെച്ചിട്ട് വേണം എനിക്ക് റെഡിയായിട്ട് പോകാൻ കേട്ടോ.
റെഡി ആവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുടി കെട്ടണം. ഡ്രസ്സെല്ലാം ഇതന്നെ ഇട്ടിട്ടാണ് പോവാട്ടെ. എന്തായാലും പോയി വന്ന് അപ്പാട് കുളിക്കണം. ഫുൾ വയർത്ത് ഇതായിട്ടല്ലേ പോവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അങ്ങ് പോവുക കേട്ടാ. അപ്പോൾ വേഗം ഞാൻ ചമ്മന്തി ഇറക്കട്ടെ. അപ്പോൾ ഇത് ഇഡ്ഡലിയും ചമ്മന്തിയും കട്ടൻ ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൃത്തിയായിട്ടിനെല്ലാം ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൂട്ടൻ എണീറ്റു കേട്ടോ, ടി വി കാണുന്നുണ്ട്. അമ്മമ്മ എണീറ്റു. നന്ദുവും ദൈവവും നല്ല ഉറക്കാണേ. അപ്പോൾ ഇതാ അപ്പൂട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. നന്ദുവും ദൈവവും നല്ല ഉറക്കാന്നുണ്ട്. ഞാനിപ്പോൾ അവർ എണീപ്പിക്കൂല. എണീപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം എന്നെ യോഗക്ക് പോകാൻ വിടൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകും. ഞാൻ പോയി കഴിഞ്ഞൊരു ഞാൻ 9:30 ആകുമ്പോൾ തിരിച്ചു വരും, 8 മണിക്ക് പോയാൽ. അപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ദേവുവിനെ എണീപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോവൽ. എന്നാലേ ഞാൻ വരുമ്പോഴത്തേക്ക് ഓളെ ആ ഒരു മൂഡ് മാറുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ആകെ സീനായിരിക്കും. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് പല്ലെല്ലാം തേച്ചോളൂ, ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ വന്ന് വേഗം റെഡിയാക്കിയിട്ട് അംഗൻവാടി കൊണ്ടാക്കാമല്ലോ. അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ആളുണ്ടല്ലോ, അമ്മമ്മയും ഇനി അടുത്തുനിന്ന് അപ്പുറത്തുനിന്ന് വന്നിട്ട് പല്ലെല്ലാം തേപ്പിച്ച് ചായയെല്ലാം കൊടുക്കും കേട്ടോ ഞാൻ വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമാണ്. വന്ന് വേഗം റെഡിയാക്കിയിട്ട് കൊണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും സമയം 8 മണിയാവാനായിട്ട് ഞാൻ വേഗം റെഡിയായിട്ട് യോഗക്ക് പോട്ട് കേട്ടോ. ചായക്കാവുമ്പോൾ എടുത്ത് കുടിച്ചോ കേട്ടോ, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സെല്ലാം മാറിയട്ടാ. ഭയങ്കര ചൂട് ആവുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണെല്ലാം കണ്ടോ, ഇപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് കറുപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ യോഗക്ക് പോവാനേ. 8:15 തുടങ്ങുക. നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ചെയ്യൽ. മുകളിലത്തെ നിലയിനായതുകൊണ്ട് ഭയങ്കര ചൂടാണ്, തീരെ പറ്റുന്നില്ല. ഇങ്ങനെ ആകെ വേർത്ത് കുളിച്ചിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. എന്നാലും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. പിന്നെ ഇപ്പോൾ ടീച്ചറോട് ചോദിച്ച സമയത്ത് വീട്ടിൽ നിന്നായാലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ നിന്നാകുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ, ചെയ്യൂല. ഇതെല്ലാവരും കൂട്ടത്തിലും ആകുമ്പോൾ അങ്ങ് ചെയ്തു പോകും. അതുകൊണ്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും പിന്നെ വീണ്ടും പോയി തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ലീവിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പോയി തുടങ്ങണം. അപ്പോൾ യോഗ കഴിഞ്ഞ് വീട്ടിലെത്തിയ കേട്ടോ. സമയം 9:40 ആയിട്ടുണ്ട്. അപ്പോൾ നന്ദു ഇതാ ഉറങ്ങി എണീറ്റിട്ട് ചായ കുടിച്ചാ ഉറങ്ങി എണീറ്റ് ചായയെല്ലാം കുടിച്ചിരിക്കുന്നുണ്ട്. ഇനി മുടിയെല്ലാം കെട്ടി കൊടുക്കണം. ദേവു അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അടുത്തമ്മ കൂട്ടി പോയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് പോയിന് ഇല്ല. അപ്പോൾ ഇല്ല. അപ്പോൾ ദേവുവിന് ചായയെല്ലാം കൊടുത്തിട്ട് അടുത്തമ്മ അപ്പുറത്തേക്ക് കൂട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേഗം പോയിട്ട് അംഗൻവാടിയിൽ കൊണ്ടാക്കി വരട്ടെ, എന്നിട്ട് അമ്മൻ ചായ കുടിക്കുക. അപ്പൂടിന് ചായ കുടിച്ചിട്ടില്ലേ ഇനി? അപ്പോൾ അപ്പു അപ്പുറത്ത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇനി ദേവുവിനെ കൊണ്ടാക്കി വന്നിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാം. ദേവുട്ടി കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി വേഗം പോയിട്ട് കുപ്പായിട്ടെടുത്തിട്ട് കൊണ്ടാക്കട്ടെ. ഈ ഒരു സമയത്ത് ഒരു 10 മണിയാവുന്നതിലൂടെ തന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ കണ്ടത്തിലേക്കൂടെ ഒന്നും നടക്കാൻ പറ്റൂല. അപ്പോൾ അമ്മയും ഉണ്ട് എൻ്റെ ബേക്കിൽ തന്നെ. അമ്മ അണ്ടി പൊറുക്കാൻ പോകുന്നതാണേ. അപ്പോൾ ഇത് അമ്മ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ വല്യമ്മയും മോളും വാതിലടച്ചിട്ട് അകത്തായില്ലതെന്ന് തോന്നേ. അപ്പോൾ എന്തായാലും വേഗം ദേവൂട്ടീനെ റെഡിയാക്കിയിട്ട് അടുത്തമ്മ കുളിപ്പിക്കുകയെല്ലാം ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാട്ടാ. അപ്പം ഇനി വേഗം ഒന്ന് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വേഗം കൊണ്ടാക്കി വേണ്ടു. ഇഷ്ടപ്പെട്ട ബനിയനും പാൻറ്റും എടുത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ ഇത് എടുത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കമൊന്നും മതിയായില്ല. രാത്രി ചൂടായതുകൊണ്ട് ദേവൂട്ടി ഇപ്പം തീരെ ഉറങ്ങുന്നില്ല കേട്ടോ. എണീറ്റോണ്ടിരിക്കും. എണീക്കും, വെള്ളം കുടിക്കും, കിടക്കും, പിന്നെ വീണ്ടും എണീക്കും, വെള്ളം കുടിക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം വെള്ളം കുടിക്കാൻ എണീക്കും കേട്ടോ. അതുകൊണ്ട് തീരെ ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ ദേവൂട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഉറങ്ങി എണീറ്റത് എന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം എടുത്തെല്ലാം ഇരുന്നു. എന്നിട്ടാകുമ്പോൾ ഇനി വേഗം ഡ്രസ്സ് ഇടിയിപ്പിച്ചു കൊടുത്ത് റെഡിയാക്കണം. കുപ്പായെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളെ ദേവൂട്ടി ഇതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, കരയാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ കരയലൊന്നുമില്ല കേട്ടോ. ഇപ്പം പിന്നെ എല്ലാ പിള്ളേരും വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുള്ളതുകൊണ്ട് ദേവൂട്ടിക്ക് അംഗൻവാടിയിൽ പോകാൻ ചെറിയൊരു മടിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒന്ന് സമാധാനിപ്പിച്ച് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അംഗൻവാടിയിൽ എത്തുമ്പോഴത്തേക്ക് ഇതാ പൂച്ചേനെ കണ്ടിട്ട് പിന്നെ അതിനൊരു കരച്ചിൽ കരഞ്ഞു. പൂച്ച എന്നെ മാന്തൊന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ കരഞ്ഞു. പിന്നെ ഞാൻ നേരെ കൂട്ടിയിട്ട് അകത്തേക്ക് കയറി. ദേവൂട്ടിനെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളൊന്നും എത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ആകെ തേജൂട്ടി മാത്രമേ എത്തിയിട്ടുണ്ടായിട്ടുള്ളൂ.
അങ്ങനെ ഇതാ തേജു ചെറിയ സങ്കടത്തിലിരിക്കലായിരുന്നു കേട്ടോ, ഒറ്റക്കായതുകൊണ്ട്. അപ്പോൾ ദേവൂട്ടി എത്തി. ദേവൂട്ടിക്ക് ഓള് കരയുന്നുണ്ടായിരുന്നു. ദേവൂട്ടിയും ചെറുങ്ങനെ ഇങ്ങനെ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് പിന്നെ അടക്കേണ്ട ചാർട്ടാണ്. നമ്മളെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോ വയസ്സിനും എത്ര ഹൈറ്റ് വേണം, എത്ര വെയിറ്റ് വേണം എന്നുള്ള ഒരു ചാർട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തൊന്നുമില്ല. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. അങ്ങനെ പിന്നെ ദേവൂട്ടി ഇതാ ചെറുതായിട്ട് കരയാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടീച്ചർ എടുത്തിട്ട് ഇതാ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ദേവൂട്ടി നല്ല കരച്ചിലാണ് കേട്ടോ. ദേവുവിൻ്റെ കൂട്ടുകാരി അവിടെ ഇരുന്നിട്ട് കരയുന്നുണ്ട്. അത് കണ്ടപ്പാട് പിന്നെ ദേവും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ടീച്ചർ എടുത്തിട്ടുണ്ട്. ഇപ്പം നിർത്തി. ഇപ്പം കരച്ചിലൊന്നും കേൾക്കുന്നില്ല കേട്ടോ. വെയിലത്ത് നടന്ന് തളർന്നു കേട്ടോ. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ വീടെത്താനായി. ഒരു മാങ്ങയെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ വൈക്കുന്ന്. നല്ലതാണോ എന്നറിയില്ല, പോയിട്ട് മുറിച്ച് നോക്കട്ടെ. നല്ലതാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ചിലപ്പോൾ ഇനി മുറിക്കുമ്പോൾ ഉള്ളിൽ പുഴുവാനോന്നറിയില്ല. അയ്യോ, വിശന്ന് കുടൽ കത്തുന്നു. പോയി ചായ കുടിക്കട്ടെ. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇത് അമ്മമ്മ മിറ്റത്ത് കഴിഞ്ഞിട്ട് തീയെല്ലാം പറ്റിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ വേഗം ചായ കുടിക്കട്ടെ. അപ്പോൾ ഇഡലിയും ചമ്മന്തിയും, അത് അമ്മ കൊണ്ടുവച്ച ചമ്മന്തി കേട്ടോ. ദോശയും ചമ്മന്തിയും ബാക്കിയുള്ളത് അമ്മയും കൊണ്ടുവച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഞാൻ ചായയെ കുടിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ചൂടിനില്ലേ, നല്ല ചൂട് കട്ടൻ ചായ കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. നല്ലൊരു ആശ്വാസമാണ് ഈ ചൂട് ചായ കുടിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇഡലി തിന്നട്ടെ. എന്നിട്ട് വേണം ചോറ് വെക്കണം, അലക്കണം, നല്ല പണിയുണ്ട്. സാധാരണ പ്രതിയായിട്ടും ചോറുണ്ണാൻ വരലുണ്ട്. അപ്പോൾ ഇന്ന് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കെല്ലാം വേണമല്ലോ. ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വെക്കാണ്ട് ഇങ്ങനെ ഒപ്പിക്കും കേട്ടോ. അപ്പോൾ അമ്മമ്മ തീയെല്ലാം പറ്റിച്ച് ചോറിന് വെള്ളം വെക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തേക്കുള്ള ഗിൽസ് തുറന്ന് വെച്ചിട്ടാണ് പോയിനെ. സാധാരണ ഞാനത് തുറക്കലില്ല. തുറന്നു കഴിഞ്ഞാൽ അമ്മമ്മ ഇറങ്ങിയിട്ട് തീ പറ്റിക്കാനെല്ലാം നോക്കും. പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പ് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് അമ്മമ്മക്ക് ഇറങ്ങാൻ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറക്കലില്ല. പിന്നെ ഇപ്പം ഇന്നത് തുറന്നത് കൊണ്ട് അതിലേക്കൂടെ ഇറങ്ങിയിട്ട് അത് തീയെല്ലാം പറ്റിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചായ കുടിക്കട്ടെ. ചോറ് അടുപ്പത്തുനിന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അരിയെല്ലാം ഇട്ട് പറിച്ചു. ഇനിയിപ്പോൾ ഞാൻ വേഗം കറിയെല്ലാം ആക്കട്ടെ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 1-2 കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ കായ് വറവാക്കിയിട്ടുണ്ടായിനെ, അത് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ട്. അതുകൊണ്ട് ഇന്ന് വറവൊന്നും ആക്കുന്നില്ല. അപ്പം ഞാനിത് ഒരു 2 ഉള്ളിയും 1 തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ മുറിച്ചിട്ട് ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ രാവിലെ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച ചമ്മന്തിയാണ്, അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ആ ചമ്മന്തി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് പിന്നെ വെറുതെ കളയേണ്ടി വരും. അപ്പോൾ ഇനി ചമ്മന്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉള്ളിയും തക്കാളിയും മുറിച്ച് ഒന്ന് ഉപ്പെല്ലാം പുരട്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇതാ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഉള്ളി തക്കാളി പെരക്ക് റെഡിയായ കേട്ടോ. അപ്പോൾ ചമ്മന്തിയിൽ നേരത്തെ കടുകെല്ലാം വറുത്തിട്ടതുകൊണ്ട് ഇനി ഇതിൽ വീണ്ടും വറുത്തിടണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അല്ലാണ്ട് ആക്കുന്നതാണെങ്കിൽ ഇതേപോലെ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുക, തേങ്ങയും തൈരും കൂടെ അരച്ച് ചേർക്കുക. എന്നിട്ട് കടുകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് വറുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ച് തൈരോ മോരോ എന്താണെന്ന് വെച്ചാൽ ചേർക്കുക. അപ്പോൾ നമ്മളെ പെരക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കായ് വറവുണ്ട് ഇന്നലത്തത്. പിന്നെ ഇന്ന് പ്രതിയായിട്ടും ചോറുണ്ണാൻ വരില്ല. തൽക്കാലം ഇത്ര ആയാലും മതി. എന്നാലും കുറച്ച് ചക്കക്കുരു ഉണ്ട് കേട്ടോ. നമ്മൾ കണി വെച്ച ചക്കയില്ലേ, ഒരു കഷ്ണം ചക്ക ഉണ്ടായിട്ടില്ലേ, അപ്പോൾ അത് പഴുത്തിട്ട് നമ്മൾ ആ ചക്ക തിന്നു. അപ്പോൾ അതിൻ്റെ കുരു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ കുരു ഇട്ടിട്ട് നമുക്ക് പരിപ്പ് മൂളീശം വെക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇതാ കുറച്ച് തൈര് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുവാണ്. ഈ ചൂടിനല്ല എപ്പോഴും വെള്ളം കുടിച്ച് കൊടുക്കണം. പൊതുവേ ഞാൻ വെള്ളം കുടി കുറവാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ ചൂട് തുടങ്ങിയ പിന്നെ ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് കണക്കില്ല. അത്രയും വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. എന്ത് വെള്ളമായാലും, പച്ചവെള്ളമായിട്ടായാലും ചൂടുവെള്ളമായിട്ടായാലും. ഇതേപോലെ മോരുണ്ടെങ്കിൽ മോര് കലക്കി കുടിക്കും. ഇല്ല അമ്മേൻ്റെ അടുത്തായാലും പോയിട്ട് കുറച്ച് മോരെടുത്തിട്ട് വെള്ളമാക്കി കുടിക്കും. ടാങ്ക് ഉണ്ടെങ്കിൽ അത് കലക്കി കുടിക്കും. എങ്ങനെയായാലും വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം വെള്ളമെല്ലാം കുടിക്കണം കേട്ടോ.
അപ്പോൾ ഇതാ പരിപ്പ് കറി വെക്കാനുള്ള ചക്കക്കുരുവെല്ലാം ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചോറ് വെന്തു. അങ്ങനെ ചോറ് വറുത്തു. അപ്പോൾ കുറച്ച് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ചക്കക്കുരു ഇതാ കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ പരിപ്പായതുകൊണ്ട് ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ തന്നെ അത് വെന്തോളും. പിന്നെ ചക്കക്കുരു വെന്ത് കിട്ടണമെങ്കിൽ 2 വിസിലടുപ്പിക്കുക. പിന്നെ ഇത് കണ്ട നേരത്തെ രാവിലെ ഞാൻ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. അത് ഫുൾ കേടായിരുന്നു, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ആ ഗ്യാപ്പിൽ ഞാനതൊന്ന് മുറിച്ച് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ഇതാ പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പും ചക്കക്കുരും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയും ജീരകവും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഒരുപാട് ലൂസായി ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ ആക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കട്ടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കട്ടിയിലാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ കുറച്ച് അധികം വെള്ളമാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 നേരത്തേക്ക് വെത്തണ്ടേ, അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വെള്ള കളർ പോലെയെല്ലാം ഉണ്ടല്ലേ. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം സെറ്റായി. ഇതാ ചോറ്, പിന്നെ പെരക്ക്, പിന്നെ എന്താണ് പരിപ്പ് കറി, പരിപ്പും ചക്കക്കുരും, മുളിശം, കുറച്ചധികം വെള്ളമായി പോയിന് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ പിന്നെ കായ് വറവുണ്ട്, അതും ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ചോറുണ്ട്, പാത്രമെല്ലാം വെടിച്ച് വെച്ച് ഏകദേശം പണികളെല്ലാം ഒന്ന് ഒരുങ്ങി. പിന്നെ ഞാനിതാ നേരെ ഏട്ടത്തിമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടേ. അപ്പോൾ പോയപ്പാട് ഏട്ടത്തിമ്മ എനിക്കിതാ എൻ്റെ പുറത്തും കഴുത്തിൻ്റെ അടിയെല്ലാം ചൂടുകുരുവിൻ്റെ പൗഡറില്ലേ നൈസിൽ അത് ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ബോഡി ഫുൾ ചൂടുകുരുവാണ്, അതുകൊണ്ട് ഭയങ്കര ആയിട്ടിങ്ങനെ അത് കുത്തും ഇങ്ങനെ വല്ലാണ്ട്. അപ്പോൾ പൗഡറെല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ വർത്താനെല്ലാം പറഞ്ഞിരിക്കലാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഏട്ടത്തിമ്മ എൻ്റെ മുടിയെല്ലാം അയച്ചിട്ട് പേനോ ഈരോ ഉണ്ടോ എന്നെല്ലാം നോക്കി തരുന്നുണ്ട് കേട്ടോ. എപ്പോഴും എനിക്ക് ഏട്ടത്തിമ്മ തന്നെയാണ് പേനോ ഈരോ ഉണ്ടെങ്കിൽ എടുത്തുതരും, പിന്നെ ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ നോക്കി തരും. ചിലപ്പോൾ പേനും ഈരെല്ലാം കിട്ടും, ചിലപ്പം കിട്ടൂല. അങ്ങനെ അപ്പോഴേക്ക് സമയം ഏകദേശം ഒരു 3:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവൂട്ടിനെ കൂട്ടാൻ പോകേണ്ട ടൈം ആയിന്. അങ്ങനെ നന്ദുവും മാളും കൂടിയാണ് കൂട്ടാൻ പോയിട്ടുണ്ടായിന്. ചില ദിവസം കുട്ടാപ്പി പോവും, പിന്നെ ഇല്ലെങ്കിൽ നന്ദുവും മാളും കൂടെ പോവും, ഇനി അവരില്ലെങ്കിൽ ഞാൻ പോവും. അങ്ങനെ മാറി മാറിയാണ് കേട്ടോ നമ്മൾ കൂട്ടാൻ പോവുക. അപ്പോൾ വന്നപ്പാടന്നെ ഇതാ ദേവൂട്ടി രാവിലെ അവിടെ ഒരു സാധനം വെച്ചിട്ട് പോയിട്ടുണ്ടായിനെ. അപ്പോൾ കറക്റ്റ് അത് ഓർമ്മിച്ചിട്ട് വന്നപാട് ആ സാധനം എടുത്തിട്ട് വരുവാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ആ ദേവൂട്ടി കുറച്ച് നേരം അവിടുന്ന് കളിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ പിള്ളേർ സെറ്റ് എല്ലാവരും കളിക്കാൻ വന്നിട്ടുണ്ട്. ഏതാ പരക്കെ ഓടുന്നുണ്ട് കണ്ടത്തിലേക്കൂടെ. പിന്നെ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും കളിക്കാൻ പോവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, എന്നാലും എല്ലാവരും കൂടി ഇതാ കളിക്കാൻ പോവാണ്. പിന്നെ അവരെല്ലാം കളിക്കാൻ പോകുന്നത് കാണുമ്പോൾ ദേവൂട്ടിയും അടങ്ങിയിരിക്കുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ദേവൂട്ടിയും അവരെ കൂട്ടത്ത് പോയി. പിന്നെ നമ്മളെ മടപ്പരേൻ്റെ ഊട്ടുപുരയുണ്ടല്ലോ, ആടെ തണലാണ്. അപ്പം ആടെ നിന്നായിരിക്കും അവർ ചിലപ്പം കളിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദേവൂട്ടീനെ അങ്ങ് വിട്ടു കേട്ടോ. കുറച്ച് കഴിയുമ്പം പിന്നെ എല്ലാവരും കളി കഴിഞ്ഞ് വന്നു ക്ഷീണിച്ചിരിക്കുവാന്ന് കേട്ടോ. പിന്നെ ഫോണിൽ ഇങ്ങനെ കുട്ടാപ്പി എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കാലിനും കണ്ട പരിക്ക് പറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് കാര്യം. കുട്ടാപ്പീൻ്റെത് തലേ ദിവസം വീണിട്ട് മുട്ടിന് നല്ല പരിക്കുണ്ട്, നന്ദുവിനും കാലിന് പരിക്കുണ്ട്, പിന്നെ ഇതാ അപ്പൂട്ടൻ്റെ മുട്ടിനും ഉണ്ട്, അത് ശരിക്കും കാണുന്നില്ല. ദേവൂട്ടിക്ക് കൈക്കും ചെറിയ പരിക്കുണ്ട് കേട്ടോ വീണിട്ട്. അങ്ങനെ പരിക്കുകളുമായിട്ട് ഇരിക്കുവാണ് എല്ലാവരും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മാളു താളിയാക്കിയതാണ് കേട്ടോ. ചെമ്പരത്തിൻ്റെ എല്ലാം മിക്സിയിലടിച്ചിട്ട് താളിയാക്കിയതാണ്. അങ്ങനെ മാളു നന്ദും ആ താളിയും കൊണ്ട് അവരെ തലയിൽ തേക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് നമുക്കൊരാഗ്രഹം ഒന്ന് പിന്നെ ഷെയ്ക്ക് കുടിച്ചാലോ, ചൂടല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഷെയ്ക്ക് കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ടു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളെ പ്ലാനിങ് അവസാനിച്ചത് ഓറിയോ ഷെയ്ക്കാക്കി കുടിക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ കുട്ടാപ്പി സൈക്കിളെല്ലാം എടുത്തിട്ട് നമ്മൾ ഓറിയോ ഷെയ്ക്കിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാനേ. ഓനാകുമ്പോൾ വേഗം പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചെത്തിക്കോളും. അങ്ങനെ നമുക്ക് പാല്, കട്ടപ്പാൽ വേണമല്ലോ, കട്ടപ്പാലും പിന്നെ ബൂസ്റ്റും പിന്നെ ഓറിയോ ബിസ്ക്കറ്റും എല്ലാം വേണം. അപ്പം അത് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം മാളും നന്ദും തലയിൽ താളിയെല്ലാം തേച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്. ദേവൂട്ടിക്കും ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ മേല് ഫുൾ ചൂടുകുരുവാണ്. അങ്ങനെ മാളും ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പുറം ഫുള്ള്. അപ്പോൾ പൗഡർ ഇട്ട് കൊടുക്കരുത് ആരല്ലോ പറയുന്ന കേട്ടിന്, എന്നാലും ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കുട്ടാപ്പി ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ടപ്പാലും ബിസ്ക്കറ്റും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ആളുള്ളതുകൊണ്ട് 2 പാല് വാങ്ങാൻ പറ്റും. അങ്ങനെ 2 പാല് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു 4-5 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ വരുമ്പം ഇമ്മിലി ഇല്ലേ, ഇമ്മിലി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഇമ്മിലി മുട്ടായി. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ വേഗം അത് കഴിച്ചു കേട്ടോ.
അപ്പോൾ കുട്ടാപ്പി ഇതാ ഷെയ്ക്ക് ആക്കാൻ വേണ്ടി പോവാനേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമൊന്നും കളഞ്ഞിട്ടുണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് പൊടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ ക്രീം കളഞ്ഞിട്ട് ഇടുകയും ചെയ്യാം. അങ്ങനെ അത് പൊടിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കട്ടപ്പാൽ ഒന്നിങ്ങനെ കഷ്ണം കഷ്ണമാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഇട്ടെടുത്ത് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്ത് ഇതാ ഒരു ബോണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല തണുപ്പ് വേണമല്ലോ കുടിക്കാൻ. അങ്ങനെ ഐസ് ക്യൂബ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ക്രീം കളയാണ്ട് കൊണ്ട് തന്നെ നമ്മൾ ഷെയ്ക്ക് അടിച്ച് കഴിയുമ്പോൾ ഇതാ ആ മുകളിൽ ഇങ്ങനെ ഒരു പൊങ്ങിക്കിടക്കുന്നത് അതിൻ്റെ ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2-3 അണ്ടിപ്പരിപ്പ് ഒന്നിങ്ങനെ പൊടിച്ചിട്ടിട്ടു. പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിനെ, അതും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ആ ഐസ് കട്ടയൊന്ന് കുറച്ച് അലിയണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മളെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുല്യ അളവിലാണ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ആരും അടികൂടുണ്ടല്ലോ, അതുകൊണ്ട് കൃത്യമായി അളന്ന് ആക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഇതെനക്കും അടുത്തമ്മക്കും ഉള്ളതാണേ. അമ്മക്കും അമ്മമ്മക്കും പ്രതീക്ഷാടനും പ്രതിയാടനെല്ലാം ഉള്ളത് വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുടിച്ചു നോക്കിയിട്ട് പറയാമെന്ന്, നല്ല ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ആണ്. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഷേക്ക് അടിച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇതാ എല്ലാവരും കുടിക്കലാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അങ്ങനെ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായത് ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കലാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നും ആക്കണ. അപ്പോൾ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ദേവൂട്ടി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ ഷേക്ക് കണ്ടിട്ട് ദേവൂട്ടി പറയാമെന്ന് ഇന്നും ആക്കണമെന്ന്. ഇപ്പോൾ ശരിക്കും ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയിലധികം ആയിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എപ്പോഴും പറയുന്ന പോലെ സമയം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മടിയാണ് കേട്ടോ, മെയിൻ കാരണം മടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നലെ നമ്മളൊരു 1 ഡേ ട്രിപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാനുണ്ട്, അതെല്ലാം പുറകെ വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഷെയ്ക്കെല്ലാം കുടിച്ച് ഇതാ ഇവർക്കുള്ള ഷെയ്ക്കുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പ്രതിയാടനും പണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അമ്മക്കും അമ്മമ്മക്കും എല്ലാവർക്കും ഷെയ്ക്കെല്ലാം കൊടുത്തു. പ്രതിയാടന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ബാക്കിയും ദേവൂട്ടി തന്നെയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഷെയ്ക്കെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇതാ പ്രതിയാടനും പിള്ളേരും കൂടെ ഒന്ന് ചുഴലി ടൗണിലേക്ക് പോവാണേ. വേറെ ഒന്നിനല്ല, അപ്പൂട്ടൻ്റെ മുടി മുറിക്കാൻ വേണ്ടി പോകുന്നതാണ്. കുറേ ദിവസമായി മുടി മുറിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ പ്രതിയാടൻ വരുമ്പോൾ ലേറ്റ് ആവും, അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ അപ്പൂട്ടൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയറുന്നത് നന്ദും ദേവുമാണ് കേട്ടോ. നമ്മളും വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 ആളും കൂടെ വണ്ടി കയറിയിരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ പോയിട്ട് മുടിയെല്ലാം മുറിച്ചിട്ട് വരട്ടെ. അവർ പോയപ്പോൾ തന്നെ പിന്നെ ഞാനിത് അമ്മമ്മേനെയും കൂട്ടിയിട്ട് മടപ്പുരക്കിൽ പോയിട്ടുണ്ട്. അമ്മമ്മ ഇപ്പം ഇവിടെ വന്നത് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കുളിച്ചിട്ട് മടപ്പുരക്കിൽ പോയിട്ട് തൊഴും കേട്ടോ. അപ്പോൾ അവിടെ നായിനെ കണ്ടതുകൊണ്ട് ഞാൻ അമ്മമ്മേൻ്റെ ഒപ്പരം വന്നതാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നടന്നു പോവും. അങ്ങനെ അമ്മമ്മ തൊഴുതു വന്നു. അപ്പോൾ എൻ്റെ പച്ചക്കറി എല്ലാം ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം വെള്ളം ഒഴിക്കലൊന്നുമില്ല. പിന്നെ ഇതൊരു 3-4 വഴുതിനങ്ങ ഉണ്ടായില്. അപ്പം ഞാൻ ആ വഴുതിനങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. വെറുതെ കളയണ്ടല്ലോ, ഒരു ഉള്ളിയെല്ലാം കൂട്ടിയിട്ട് വറവാക്കാലോ എന്ന് വിചാരിച്ചിട്ട് വഴുതിനങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ പച്ചക്കറിയും കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പയറിൽ ഓരോന്നിങ്ങനെ ഉണ്ട് കേട്ടോ, അതിങ്ങനെ മൂത്ത് പോയതാണ്. അങ്ങനെ വീട്ടിലെത്തി അമ്മമ്മ ഇതാ വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കലാണ് കേട്ടോ. അമ്മമ്മക്ക് പിന്നെ അങ്ങനത്തെ കുറച്ച് ചിട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വിളക്ക് കത്തിച്ചാൽ കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇനിയിപ്പം കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന്, അങ്ങ് നാട്ടിലുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമ്മ വിളക്കെല്ലാം കത്തിച്ച് അതിൻ്റെ മുന്നിൽ ചമ്പടം പടിഞ്ഞിരുന്ന് ഒരു അരമണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പെല്ലാം പക്ഷേ അതിലെല്ലാം മാറ്റം വന്നു ഇവിടെ വന്നേ പിന്നെ. അങ്ങനെ മുടി മുറിച്ചിട്ട് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂട്ടൻ എന്നതിൽ പുതിയ ഹെയർ സ്റ്റൈലല്ലേ, ഇതാ ഒരു സൈഡിൽ 1 വര മറ്റേ സൈഡിൽ 2 വര എന്നെല്ലാം പറഞ്ഞിട്ട് ഇതാ മുറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പോകുമ്പേ പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് വരയിടണം, അങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം എന്നെല്ലാം. അപ്പോൾ എന്തായാലും അവൻ വിചാരിച്ചതുപോലെ തന്നെ ഹെയറെല്ലാം അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്കത്തെ ഫുഡിൻ്റെ പരിപാടിയാണ്. ഉച്ചക്കത്തെ കറിയുണ്ട്. അപ്പോൾ ഒരു 3-4 കഷ്ണം ഇന്നലത്തെ മീനുണ്ടായിരുന്നു കേട്ടോ, പുയ്യാപ്പിള. അത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പുയ്യാപ്പിള മീൻസ് നിങ്ങളുടെ നാട്ടിൽ കിളിമീൻ, പൂമീൻ എന്നെല്ലാം ആയിരിക്കും ചിലപ്പം പേര്. നമ്മളിവിടെ പുയ്യാപ്പിള അല്ലെങ്കിൽ ചുവന്ന മീൻ എന്നുള്ളതാണ് പറയൽ. അപ്പോൾ അത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ വറവൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ രാത്രി അങ്ങനെ കാര്യമായിട്ട് ചോറ് അത്രേ കഴിക്കൂല എല്ലാവരും. പിന്നെ ഞാൻ പിന്നെ ചോറ് കഴിക്കുകയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ദോശ എങ്ങാനും ചുട്ട് കഴിക്കും. ഇന്നിപ്പോൾ എനിക്ക്
ഇങ്ങനെ വിശക്കുന്നൊന്നുമില്ല, അതുകൊണ്ടൊന്നും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുന്നിട്ടാ. വെള്ളവും കുടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി വേഗം പിന്നെ മീനെല്ലാം വറുത്തിട്ട് ചോറ് കൊടുക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ടി വി കാണുന്നുണ്ട് കേട്ടോ. പിള്ളേർ കളിക്കുന്നുണ്ട്, അമ്മമ്മ ടി വി കാണുന്നുണ്ട്, പ്രതിയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കുറച്ച് സമയം ഫോണെല്ലാം നോക്കി, പിന്നെ കുറച്ച് നേരം പ്രതിയുടെ വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ കുറച്ച് സമയമായിട്ടാ. ഇപ്പോൾ ഒരു 8:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 8:30 8:30 ഫുഡ് കഴിക്കും. അപ്പോൾ വേഗം മീൻ പിന്നെ ഞാൻ നേരത്തെ വറുത്ത് വെക്കൂല കേട്ടോ. വറുത്ത് വെച്ച് കഴിഞ്ഞാൽ തണിയുമല്ലോ, നമുക്ക് ചൂടോടെ കഴിക്കാനല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാൻ ആ സമയമാകുമ്പോൾ മാത്രമേ മീൻ വറുക്കൂലൂ. അപ്പോൾ മീൻ അടുപ്പത്തു നിന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ബാക്കി ചോറും കറികളെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ചോറ് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തു. എന്നിട്ടാകുമ്പോൾ ഇത് ദേവൂട്ടീനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീനുള്ളതുകൊണ്ട് ദേവൂട്ടി ഫുഡ് കഴിക്കാനൊരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ദേവു ഫുഡ് കഴിക്കാണ്ട് തന്നെയാണ് കിടന്നുറങ്ങൽ. എത്ര നിർബന്ധിച്ചാലും കഴിക്കൂല കേട്ടോ. പിന്നെ മീൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം മീനെല്ലാം ഇങ്ങനെ നുള്ളിപ്പെറുക്കി 1-2 പ്രാവശ്യം ചോറും വരുത്തുന്ന അങ്ങനെ കഴിക്കുകയും. അങ്ങനെ ഇതാ പ്രതിയാട്ടിനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രാവിലത്തെ ഒരു ഇഡ്ഡലി ബാക്കി ഉണ്ടായിന് കേട്ടോ. അത് പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കറി ഒഴിച്ചിട്ട് അത് കഴിച്ചു. രാത്രി ചോറും അരിയാഹാരവും കഴിക്കൽ കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇഡ്ഡലിയും പരിപ്പ് കറിയും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ പഴയ വീഡിയോസ് കാണാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.